വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയിൽ കുഴങ്ങി സിപിഎം നേതൃത്വം. വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിക്കാതെ സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസ്താവന. കടുത്ത വിമർശനവുമായി എം സ്വരാജ് അടക്കമുള്ള നേതാക്കൾ. കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വെള്ളാപ്പള്ളിക്ക് പിന്തുണയുമായി ബി.ജെ.പി. നേതൃത്വം. വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രസ്താവനകൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് സിപിഎം നേതൃത്വത്തെ തന്നെയാണ്. മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടാണ് അത്യന്തം ഹീനമായ പ്രയോഗങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയത്. എന്നാൽ അതിന്റെ പേരിൽ പൂർണ്ണമായും വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാൻ സിപിഎമ്മിന് കഴിയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ തൊട്ടടുത്ത് എത്തി നിൽക്കെ വെള്ളാപ്പള്ളിയെ പിണക്കുന്നത് ശരിയല്ലെന്ന വികാരമാണ് സിപിഎമ്മിനുള്ളത്. അതേസമയം ന്യൂനപക്ഷ സമൂഹത്തെ ഈ വിധത്തിൽ കാടടച്ച് വിമർശിച്ചിട്ടും അതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും അവർക്കറിയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവനെയും ഹൈബി ഈഡൻ എം.പി. തുടങ്ങിയ പ്രമുഖ നേതാക്കളെയും ആസൂത്രിതമായി കുരുക്കിൽപ്പെടുത്തുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. SNDP യോഗം കൊച്ചി യൂണിയൻ വെള്ളാപ്പള്ളിക്ക് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി.എൻ. വാസവനും മുഖ്യപ്രഭാഷണം നടത്തിയ ഹൈബി ഈഡനും വലിയ തോതിലാണ് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയത്. ബി.ജെ.പി. പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും MLA-മാരായ കെ ബാബുവും KJ മാക്സിയും മറ്റ് വിശിഷ്ടാതിഥികളുമെല്ലാം വെള്ളാപ്പള്ളിയെ പുകഴ്ത്താൻ മത്സരിക്കുകയായിരുന്നു. അപ്പോഴൊന്നും ഇത്രയധികം അപകടകരമായ ബോംബുകൾ വെള്ളാപ്പള്ളി പൊട്ടിക്കുമെന്ന് അവരാരും കരുതിയിരുന്നതുമില്ല. ഈ നേതാക്കളെയെല്ലാം വേദിയിലിരുത്തിയാണ് മറുപടി പ്രസംഗത്തിൽ അത്യധികം വിഷം നിറഞ്ഞ ഭാഷയിൽ മുസ്ലിം സമുദായത്തെ വെള്ളാപ്പള്ളി വിമർശിച്ചത്. മുസ്ലിങ്ങൾ മത്സരിച്ച് പ്രൊഡക്ഷൻ കൂട്ടുകയാണെന്നും അതുവഴി ജനസംഖ്യ വർദ്ധിച്ച് പുതിയ സീറ്റുകൾ മലപ്പുറത്ത് ഉണ്ടാകുന്നുവെന്നുമായിരുന്നു വെള്ളാപ്പള്ളി അത്യധികം ആവേശത്തിൽ പ്രസംഗിച്ചത്. ആലപ്പുഴയിൽ ഇപ്പോൾ 2 സീറ്റ് കുറഞ്ഞു. എന്നാൽ മലപ്പുറത്ത് 4 സീറ്റ് കയറി. പ്രൊഡക്ഷൻ കൂട്ടിയാണ് അവർ 4 സീറ്റ് കൂട്ടിയത്. അതുകൊണ്ട് പൊന്നു പെങ്ങന്മാരെ, നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടണം. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഈഴവനുണ്ട്. നസ്രാണി നമുക്ക് വെല്ലുവിളിയേയല്ല. അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിലും ആളുകൾ അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലുമാണ് എന്ന മട്ടിലായിരുന്നു ലൈംഗിക ചുവ കലർത്തിയ വിദ്വേഷ പരാമർശങ്ങളുടെ പോക്ക്. വെള്ളാപ്പള്ളി ഇതെല്ലാം പറഞ്ഞത് മറുപടി പ്രസംഗത്തിലായതിനാൽ മന്ത്രി വി.എൻ. വാസവനെ പോലെയുള്ളവർക്ക് പ്രതികരിക്കാൻ അവസരം ലഭിച്ചതുമില്ല. SNDP യോഗത്തിന് ഇന്ന് കാണുന്ന നിലയും വിലയും ഉണ്ടാക്കിക്കൊടുത്തത് വെള്ളാപ്പള്ളിയാണെന്ന് വാനോളം പുകഴ്ത്തിയ MLA കെ ബാബുവും ഇപ്പോൾ ആകെപ്പെട്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത് വന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അതേസമയം വെള്ളാപ്പള്ളിക്ക് എല്ലാവിധ പിന്തുണയുമായി ബി.ജെ.പി. നേതൃത്വം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തെ നിർഭയമായി തുറന്നു പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തതെന്നാണ് ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ A.P. അബ്ദുള്ളക്കുട്ടി നടത്തിയ പ്രതികരണം. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ വിവാദമായതോടെ പ്രസ്താവനയുമായി CPM നേതൃത്വം രംഗത്ത് വന്നിരുന്നുവെങ്കിലും അതൊരു വഴിപാട് പ്രസ്താവന മാത്രമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അത്രമാത്രം ദുർബലമായിരുന്നു CPM-ന്റെ പ്രതിരോധം. പ്രസ്താവനയിൽ ഒരിടത്തും വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധയാണ് CPM സെക്രട്ടേറിയറ്റ് നടത്തിയത്. മതവൈരം ഉണ്ടാക്കരുതെന്ന വിധത്തിൽ ഒരു ഒഴുക്കൻ താക്കീത് മാത്രമാണ് CPM പ്രസ്താവനയിൽ നടത്തിയത്. അതേസമയം വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തിയ മന്ത്രി വാസവനെ ശക്തമായി വിമർശിക്കുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് ചെയ്തത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണെന്നും ശ്രീനാരായണ ഗുരുവും SNDP യോഗവും ഉയർത്തിയ മൂല്യങ്ങൾക്ക് ഇത് വിരുദ്ധമാണെന്നും മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയുമെന്നുമാണ് എം സ്വരാജ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രതികരിച്ചത്. വെള്ളാപ്പള്ളിയുടെ നീക്കങ്ങൾ മതനിരപേക്ഷതയെ തകർക്കുന്നതും ശ്രീനാരായണീയ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും പ്രതികരിച്ചുകൊണ്ടാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷും രംഗത്തെത്തിയത്. ഇതോടെ വെള്ളാപ്പള്ളിയുടെ വാദഗതികളെ ന്യായീകരിക്കാൻ നിർബന്ധിതരായ പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ ഉയരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിയാണ് പുറം ലോകത്തെത്തിയിരിക്കുന്നത്. മതസൗഹാർദ്ദാന്തരീക്ഷം തകർക്കുന്ന വിധത്തിൽ അത്യധികം തീവ്രമായ വർഗീയ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശനെതിരെയും അതിൽ കർശന നടപടികൾ കൈക്കൊള്ളാത്ത സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ പ്രതിഷേധമാണ് വിവിധ മുസ്ലിം സംഘടനകൾ ഉയർത്തുന്നത്. മുസ്ലിം സമുദായാംഗങ്ങളുടെ ഈ വികാരം തിരിച്ചറിഞ്ഞാണ് മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. മഹാമനീഷിയായ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ മദ്യക്കച്ചവടവും മൈക്രോ ഫിനാൻസ് എന്ന ബ്ലേഡ് ബാങ്കും നടത്തുന്ന കേരള തൊഗാഡിയ ആണ് വെള്ളാപ്പള്ളി നടേശനെന്നാണ് ചന്ദ്രിക വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരേ സമയം പിണറായി വിജയനെയും അതേസമയം നരേന്ദ്രമോദിയെയും വാഴ്ത്തുന്ന തന്ത്രമാണ് വെള്ളാപ്പള്ളിയുടേതെന്നും ചന്ദ്രിക വിമർശിക്കുന്നുണ്ട്.
പിണറായി സർക്കാരിന് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ചർച്ചകൾ വഴി മാറ്റുന്നതിനായി വർഗീയതയെ ആയുധമാക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ സ്ഥിരമായി ചെയ്യുന്നത്. പിണറായിയെ പാലും തേനും പുരട്ടിയ വാക്കുകൾ കൊണ്ട് പുകഴ്ത്തും. അതേസമയം പ്രവീൺ തൊഗാഡിയയെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള വർഗീയത കോളാമ്പി തുറന്ന് തീർപ്പിക്കുകയും ചെയ്യും. 50 കോടിയോളം രൂപയാണ് മൈക്രോ ഫിനാൻസ് വഴി ഈഴവർക്ക് വ്യവസായം തുടങ്ങാനായി സർക്കാർ അനുവദിച്ചത്. അതെല്ലാം വ്യാജരേഖകൾ വഴി തട്ടിയെടുത്തു. മകന് വേണ്ടി ഈഴവരെ വെച്ച് പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയെ BJP മുന്നണിയിൽ ചേർത്ത് മകനെ ഏൽപ്പിച്ചു. അതേസമയം പിണറായിയുമായുള്ള ചങ്ങാത്തം തുടരുകയും ചെയ്തു. മകന് മുണ്ടുടുക്കാത്ത മോദി, വെള്ളാപ്പള്ളിക്ക് മുണ്ടുടുത്ത മോദി, ഇരുവരെയും ഒരേ വിധത്തിൽ പ്രീണിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത്. ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ സർക്കാർ കത്തിത്തീരുകയാണ്. അതിനാലാണ് ചർച്ചകൾ വഴിമാറ്റി പിണറായിയെ സംരക്ഷിക്കാനായി വിഷം പുരട്ടിയ വർഗീയ പ്രസ്താവനകളുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയതെന്നാണ് ചന്ദ്രികയിൽ പറയുന്നത്. കാന്തപുരം അടക്കമുള്ള സാമുദായിക നേതാക്കളെ വിമർശിക്കുകയും മുസ്ലിം സ്ത്രീകളെ ആക്ഷേപിക്കുകയും ചെയ്ത വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന നാഷണൽ ലീഗ് നേതൃത്വവും ഇതിനോടകം രംഗത്തു വന്നിട്ടുണ്ട്. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒത്തുതീർപ്പ് നീക്കമാണ് നാളുകളായി നടത്തുന്നതെന്നും സാമുദായിക ഐക്യം തകർക്കാൻ നിരന്തര നീക്കം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് എടുക്കണമെന്നുമുള്ള ആവശ്യവുമായി VD സതീശനും രംഗത്തു വന്നതോടെ പ്രസംഗ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി കത്തിപ്പടരുമെന്നത് ഉറപ്പായിരിക്കുകയാണ്.